ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഓരോ എപ്പിസോഡും സ്വർഗീയ സംഗീത വിരുന്നാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഈ സ്വർഗീയ സംഗീത വിരുന്ന് നമുക്കായിട്ട് നൽകുന്നത് ഒരു വൈദികനാണ്. ഈ വൈദികൻ്റെ പ്രത്യേകം നല്ല പാട്ടുകാരനാണ്. പിന്നെ നല്ലതുപോലെ വരികൾ എഴുതിയിട്ടുണ്ട്. നല്ല സംഗീതം പാട്ടുകൾക്ക് നൽകിയിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ് ഫാദർ സിബി പൊൻപാറ CMI. അച്ഛാ സ്വാഗതം. സുഖാണോ അച്ഛാ? സുഖം. അച്ഛനിപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൂടത്തായി എന്ന സ്ഥലത്താണ് ഒരു സ്കൂളിൽ CMI സഭയുടെ ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണ്, എയ്ഡഡ് സ്കൂള്. 10 വർഷമായി അവിടെ പ്രിൻസിപ്പലായി സേവനം ചെയ്യുകയാണ്. കോഴിക്കോട് പ്രൊവിൻസിൻ്റെ അല്ലേ? അതെ. അച്ഛാ, അച്ഛൻ നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പട്ടങ്ങൾ, ഒരുപാട് പട്ടങ്ങൾക്ക് അച്ഛൻ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ നിരവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അച്ഛൻ എഴുതിയൊരു പാട്ട് തുടക്കം ഒന്ന് പാടിത്തരാമോ? ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചതിൻ്റെ 10ാം വാർഷികത്തിൽ ഒരു പാട്ട് എഴുതാം എന്ന് ഞാൻ കരുതി. ഒരു പൗരോഹിത്യത്തെ പറ്റിയുള്ള പാട്ടാണ്. നമ്മൾ ഈ പൗരോഹിത്യത്തിൻ്റെ ആത്മീയ ചടങ്ങിൽ വെച്ച് നമ്മൾ പാടുന്ന പാട്ടാണത്. അത് എഴുതി കൊടുത്തത് എൻ്റെ ഒരു ചേട്ടൻ, സംഗീതജ്ഞൻ, കണ്ണൂർ ബാബു എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം അത് കമ്പോസ് ചെയ്ത്, സ്വന്തം സഹോദരൻ. അതെ സ്വന്തം ചേട്ടനാണ്. ഓക്കെ. അദ്ദേഹം അത് കമ്പോസ് ചെയ്ത് ആ പാട്ട് പിന്നെ ഓർഡിനേഷനൊക്കെ ഞങ്ങൾ പാടുന്നുണ്ട്. ഓക്കെ അച്ഛാ, ആ പാട്ട് പാടാവുന്നതാണ്. അച്ഛൻ എഴുതിയെ പറ്റി എങ്ങനെയാണ് സാഹചര്യം വന്നതൊക്കെ നമുക്ക് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഈ പാട്ടൊന്ന് പാടി നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ. ബലിയാകുവാനും ബലിയേകുവാനും അഭിഷിക്തനാക്കിയ നാഥ, തിരുമുമ്പിലെന്നും പ്രഭ തൂകി നിൽക്കുന്ന തിരുനാളമായി എന്നെ തീർത്തിടണേ. ബലിയാകുവാനും ബലിയേകുവാനും അഭിഷിക്തനാക്കിയ നാഥ, നിത്യപുരോഹിതനീശോ, കൃപയോടെ നീ നയിക്കണേ. മഹോന്നത പദവിയാം ദാനം വിശുദ്ധമായി തീർത്തിടാനെന്നും. ദൈവജനത്തിൽ നിന്നും ദൈവജനത്തിനു വേണ്ടി തിരഞ്ഞെടുത്തെന്നെ ഉയർത്താൻ യോഗ്യത എന്താണു നാഥ? നിന്ദയാവായി പൊന്നു മാത്രം, കരുണാർദ്ര സ്നേഹം മാത്രം. തളരാതെ തകരാതെ നിത്യവും നിൻമൊഴികൾ എൻ ജീവിതത്തിൻ്റെ
മാർഗമായി സ്വീകരിക്കാം. വചനമായി തീരുവാനും വചനമേകിടാനും പാപവിമോചനമേകുവാനും നാഥ എന്നെയൊരുക്കേണമേ. നിൻ കൃപയിൻ അഭയം, നിൻ പാദമെൻ ശരണം. ഇടറാതെ പതറാതെ തേടിടാം നിൻ വഴികൾ. ഒരു നാളും പിരിയാതെ സാക്ഷിയായി തീർന്നിടാം ഞാൻ. ബലിയാകുവാനും ബലിയേകുവാനും അഭിഷിക്തനാക്കിയ നാഥ, തിരുമുമ്പിലെന്നും പ്രഭ തൂകി നിൽക്കുന്ന തിരുനാളമായി എന്നെ തീർത്തിടണേ. ബലിയാകുവാനും ബലിയേകുവാനും അഭിഷിക്തനാക്കിയ നാഥ, നിത്യപുരോഹിതനീശോ, കൃപയോടെ നീ നയിക്കേണേ. മഹോന്നത പദവിയാം ദാനം വിശുദ്ധമായി തീർത്തിടാനെന്നും. സൂപ്പർ, അസാധ്യമായിട്ട് പാടി. താങ്ക് യു. എനിക്ക് തോന്നുന്ന KG മർക്കോസ് അദ്ദേഹം പാടിയ പാട്ട്. KG മർക്കോസ് ഈ അടുത്ത കാലത്ത് ഒരു ഹിറ്റ് പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് ഒരു സിനിമയിൽ. ചില പാട്ടുകളൊക്കെ KG മർക്കോസ് തന്നെ. അതെ, ഇത് അദ്ദേഹത്തിന് പറ്റിയ പാട്ട്. എനിക്ക് തോന്നുന്ന അച്ഛൻ എഴുതിയ പാട്ട്, സംഗീതം നൽകിയത് ജ്യേഷ്ഠൻ കണ്ണൂർ ബാബു എന്നാ അറിയപ്പെടും, ചേട്ടനാണ്, സ്വന്തം ജ്യേഷ്ഠനാണ്. ഓക്കെ. അപ്പോൾ മർക്കോസ് അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യത ഈ പാട്ടിലുള്ളത് കൊണ്ടാണ്. തീർച്ചയായും നല്ല മർക്കോസ് അദ്ദേഹത്തിന് നമുക്കറിയാം എനർജിയാണ്. നല്ല വരികൾ, സംഗീതം, ഓർക്കസ്ട്രേഷൻ എല്ലാം കൂടി ഇണങ്ങി വന്നപ്പോഴേക്കും അടിപൊളി ഗാനമായി. അത് പുരോഹിതർക്കായിട്ട് അച്ഛൻ നൽകിയ നല്ല സമ്മാനം. അപ്പോൾ നന്ദി പറയുകയാണ്, നല്ലൊരു പാട്ട് അച്ഛനിലൂടെ എല്ലാ പുരോഹിതർക്കും വേണ്ടി നൽകിയതിന്. ഇപ്പോൾ അച്ഛനായിട്ട് ഇപ്പോൾ എത്ര വർഷം? 20 വർഷം പൂർത്തിയായി. 20 വർഷം. അപ്പോൾ ഈ പാട്ട് റിലീസ് ചെയ്തിട്ട് 10 വർഷം കൂടിയായി. 10 വർഷം. ഓക്കെ. അച്ഛനിപ്പോൾ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുടത്തായി എന്ന സ്ഥലത്താണ്. അവിടെ ഒരു ഏകദേശം ഒരു 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു എയ്ഡഡ് സ്കൂളാണ്. 3000-ഓളം കുട്ടികളുള്ള സ്കൂളിൽ പ്രിൻസിപ്പൽ. 10 വർഷമായിട്ട് അതിൻ്റെ തിരക്കുകൾ, അതിനിടയ്ക്ക് പാട്ടുകൾ, വരികൾ, സംഗീതം എല്ലാം കൂടി എങ്ങനെ പോകുന്നു വെച്ചാൽ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അച്ഛനൊരു വലിയ തീഷ്ണത എതിരെടുക്കുന്നത്. നമ്മൾക്കിപ്പോൾ സഭയിൽ നിന്ന് കിട്ടിയ പരിശീലനം അങ്ങനെയാണ്. CMA സഭയിൽ നിന്ന് അത് നല്ല ഗുരുക്കന്മാരുടെ കീഴിൽ പരിശീലിക്കാൻ ഭാഗ്യം കിട്ടിയതുകൊണ്ട് ഒരു മിനിറ്റ് പാഴാക്കരുത്. പിന്നെ ശാലോൻ TV-യുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അച്ഛനുണ്ട്, ഫാദർ ജോസഫ് വയലിൽ. ഞങ്ങളെ പഠിപ്പിച്ചതാണ് ദേവഗിരി കോളേജിൽ. പിന്നെ അദ്ദേഹം പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തെപ്പറ്റി അത്ഭുതപ്പെട്ട് അദ്ദേഹം പറയാറുണ്ട്, നിങ്ങൾ വൈദികൻ നിരവധി ജോലികൾ ചെയ്യുന്ന കൂടെ തന്നെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവ് ഉണ്ടെങ്കിൽ അതുകൂടി വികസിപ്പിക്കണം. അതിനുള്ള അവസരം സഭയിൽ കിട്ടി, അതിൻ്റെ പരിശീലനം കിട്ടി, അത് തുടരുകയാണ്. ശാലോൻ TV-യിലെ കുർബാന ഭയങ്കര ഒത്തിരി ലോകമെങ്ങും ആളുകൾ പങ്കെടുക്കുന്നതാണ്. തീർച്ചയായും. 2004 കുർബാന ആരംഭിക്കുന്നത്, സംപ്രേഷണം ആരംഭിക്കുന്നത്. ആദ്യത്തെ കുർബാന എൻ്റെയാണ്. 2004 ഒരു വിശുദ്ധ വാരത്തിലെ ഒരു തിങ്കളാഴ്ചയാണ് ആദ്യം ഈ കുർബാന സംപ്രേഷണം ചെയ്യുന്നത്. അത് ഞാനത് കുർബാന അർപ്പിച്ചത്. ഈസ്റ്റർ ഡേ ഞാൻ തന്നെയായിരുന്നു.
പിന്നെ ഇങ്ങോട്ട് ഈ 20 കൊല്ലങ്ങൾക്കുള്ളിൽ നിരവധി ഒരു 10-20 തവണ ഞാൻ കുർബാന അർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് അർപ്പിച്ചിട്ടുണ്ട്, അവിടെ പല വഴിക്കൊക്കെ ആയിട്ട്. അച്ഛനിപ്പോൾ പ്രിൻസിപ്പളായിട്ട് 10 കൊല്ലമായി. ഇപ്പോൾ എല്ലാം നാട്ടുകാരായിട്ടൊക്കെ ഒരു ബന്ധം. അപ്പോൾ അവർ കാണുമ്പോൾ എനർജി ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു അച്ഛൻ. അപ്പോൾ മക്കളെ ശാസിക്കാൻ വരെ അച്ഛന് പറ്റും. കാരണം അച്ഛനെ അറിയാം ആളുകൾക്ക്, അച്ഛൻ്റെ സ്വഭാവം അറിയാം, തീഷ്ണത അറിയാം. അതാണ് എനിക്ക് ഭയങ്കര പ്രചോദനമായി. അപ്പം ഞാനും എന്നോട് ചിന്തിച്ച് എനിക്കും സമയം പാഴാക്കി കളയുന്ന നിമിഷങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി പാഴാക്കരുത്. ഒരു ദൃഢനിശ്ചയം എടുക്കാനായിട്ട് എനിക്കും ഇപ്പോൾ ഒരു എനർജി ഇപ്പോൾ അച്ഛൻ നൽകി. അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും അച്ഛൻ നൽകിയിട്ടുണ്ട്. ഒരു തീഷ്ണത അച്ഛൻ ഈ ഒരു എപ്പിസോഡിൽ നൽകിയിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു പാട്ടുകൂടി കേൾക്കാൻ ഞങ്ങളിങ്ങനെ കൊതിയോടെ കാത്തിരിക്കുകയാണ്. ഒരു പാട്ടുകൂടി പാടാമോ? പാടാം. ഇനി എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എടുക്കാമെന്ന് ഞാൻ കരുതുന്നത്. അത് ഞാനൊരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ബേബി ജോൺ കലയന്താൻ എഴുതിയ പാട്ടാണ്. എൻ്റെ ദൈവം എനിക്ക് തന്ന സ്നേഹസമ്മാനം. സൂപ്പർ പാട്ട്. അത് ആർക്കും അതെ ടച്ച് ചെയ്യുന്ന പാട്ടാണ്. എല്ലാവരുടെയും ജീവിതം ഹീലിംഗ് പാട്ടാണ്. അതെ സൗഖ്യം നൽകുന്ന പാട്ട്. അത് പാടിയത് കഷ്ടമാണ് കേട്ടോ. അത്രയും നമുക്കൊരു ഭാവത്തിലേക്ക് പാടാൻ കഴിയില്ല എങ്കിൽ കൂടി ഞാൻ പാടി നോക്കാം. അച്ഛൻ അതിൻ്റെ ഫീലിംഗ് ഉണ്ട്. ഓക്കെ, പാടച്ച കേൾക്കാം. ഓക്കെ. ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു. ഹൃദയ തമ്പുരുമീട്ടി ഞാൻ നന്ദിയേകുന്നു. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ. മണ്ണിൽ നിന്റെ ശ്വാസമോതി ജീവനേകി നീ എൻ്റെ ഓരോ ശ്വാസവും ഇനി നിന്റേതാണല്ലോ. മനമിടിഞ്ഞാലും മിഴികൾ നീരണിഞ്ഞാലും ഭാരമേറും കുരിശുപേറി ഞാൻ തളർന്നാലും എൻ്റെ ജന്മം പൂർണ്ണമായി നിനക്കു നൽകാം. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം. കുരിശിലന്നു നിന്റെ ജീവൻ
ബലിയണച്ചതുപോ മിന്നിമായും മൺചരാതായി ഞാൻ മറഞ്ഞാലും ഇടറി വീണാലും മനസ്സിൽ ഇരുൾ പടർന്നാലും ദേഹമാകെ മുറിവുകളാൽ നിണമണിഞ്ഞാലും നിന്റെ വഴിയെ മാത്രമെന്നും ഞാൻ നടന്നിടും. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്ത രൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ. ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു, ഹൃദയ തമ്പുരുമീട്ടി ഞാൻ നന്ദിയേകുന്നു, നന്ദിയേകുന്നു, നന്ദിയേകുന്നു. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്ത രൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ. എല്ലാ ഫീലും കൂടി ഉൾക്കൊണ്ട് അച്ഛൻ പാടുന്നത്. അതുകൊണ്ട് ഈ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. പക്ഷെ അച്ഛൻ്റെ ആ ഒരു സൗണ്ടിൽ, സ്വരത്തിൽ കേൾക്കുമ്പോൾ കൂടുതൽ എനർജി തോന്നുകയാണ്. അല്ല, കെസ്റ്റർ പാടി വച്ചിരിക്കുന്നത് അസാധ്യമായിട്ടാണ്. അത്രയും ഫീലൊന്നും നമുക്ക് അത് പ്രാർത്ഥനയിൽ ലയിച്ചു പോകും. സ്വന്തം ഒരു ജീവിതത്തെ പറ്റിയുള്ള ഒരു അവബോധം ഉണ്ടാകാൻ സഹായിക്കുന്ന അച്ഛൻ്റെ പാട്ടിലും ആ ഒരു ഫീലിംഗ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല ഡെപ്താണ്, വളരെ കൂളായിട്ടാണ് അച്ഛൻ പാടുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനകൾ നേരുകയാണ്. കാരണം ഇനിയും ധാരാളം പാട്ടുകൾ എഴുതുവാനും സംഗീതം നൽകുവാനൊക്കെ സാധ്യമാകട്ടെ. പിന്നെ ഈ ഒരു വളർച്ചയ്ക്ക് എൻ്റെ പിന്നിൽ സഭയുടെ വലിയൊരു പ്രാധാന്യം ഉണ്ടല്ലോ. CMI സഭയുടെ അവരുടെ ഒരു എല്ലാം എന്ന് വെച്ചാൽ ഈ ഒരു മേഖലയിൽ വളർന്നു വരുവാനുള്ള അവർ നൽകുന്ന ഒരു പ്രാധാന്യം, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാൻ വെച്ചാൽ. CMI സഭയിൽ അംഗമായി ചേർന്നില്ലായിരുന്നുവെങ്കിൽ എനിക്കിപ്പോഴും ചിന്തിക്കാൻ പറ്റില്ല. അത്രമാത്രം പ്രോത്സാഹനം, സഹായം, പരിശീലനം, അങ്ങനെ എന്തിനും ഒരു സ്വാതന്ത്ര്യം നൽകിയ ഉറപ്പായിട്ടും പരിശീലന കാലഘട്ടത്തിലെ ഗുരുക്കന്മാരൊക്കെ ഇപ്പോഴും അത്ഭുതപ്പെടുകയാണ്. അത് പലയിടങ്ങളിലാണ്. ആദ്യ വർഷം മുതൽ പിന്നെ ഡിഗ്രി, നോവിഷ്യേറ്റ്, ഫിലോസഫി, തിയോളജി. ഒരു വ്യക്തിക്ക്, ഒരു വൈദികന് കഴിവുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഏത് രീതിയിലും വളർത്താൻ, ഏത് രീതിയിലും പ്രോത്സാഹിപ്പിക്കാൻ, ഏത് അവസരവും കൊടുക്കാൻ അത്രമാത്രം സമ്പന്നമായ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയാണല്ലോ CMS സഭ. തീർച്ചയായും. പിന്നെ എൻ്റെ വെളിയിൽ ഞാൻ സ്വീകരിച്ച എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അജപാലന പ്രവർത്തനവും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് സ്വീകരിച്ചത്, അംഗീകരിച്ചത്. ആ രീതിയിൽ എന്നെ സഭ പഠിപ്പിച്ചു. മലയാളം സാഹിത്യമാണ് ഞാൻ പഠിച്ചത്. അല്പം സംഗീതം കൂടി പഠിച്ചു. സംഗീതം ആരംഭിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ജോർജ് ചെമ്പേരി പൊൻപാറ, അദ്ദേഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എൻ്റെ അപ്പൻ നാടകവുമായി ബന്ധപ്പെട്ട് ഒരു നാടകാചാര്യൻ എന്നറിയപ്പെടുന്ന ആളാണ്. പറഞ്ഞ പോലെ 10 മക്കളും അതെ കലാ മേഖലയിൽ വളരെയധികം വളർന്ന് കർണാടക സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങളൊക്കെ പിന്നെ അറിയാമല്ലോ, 10ാം ക്ലാസ് വരെയൊന്നും നമുക്ക് അത്ര അവസരങ്ങളുള്ളൂ. പിന്നെ എൻ്റെ കൂടെ തന്നെ എൻ്റെ ബാച്ചിൽ തന്നെയാണ് ബാബു എന്ന് പറഞ്ഞ എൻ്റെ നേരെ ജ്യേഷ്ഠൻ. ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് കണ്ണൂർ ബാബു എന്നാണ്. അദ്ദേഹം ഒരു വർഷം ചെറിയ രോഗാവസ്ഥയുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ 5ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് വളരുന്നത്. എന്നെക്കാൾ സംഗീതം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ഒക്കെ പരിശീലിച്ച് കുറേ പാട്ടൊക്കെ പഠിക്കാനും
സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ സഭയെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തെ മെൽബൺ രൂപതയിലെ ബിഷപ്പ് മാർ ജോൺ പനന്തോട്ടത്തിൽ, അദ്ദേഹമാണ് ഞങ്ങൾ കൂടത്തായിൽ ഫസ്റ്റ് ഇയർ ആസ്പിരസോസ് വരുമ്പോൾ പിന്നീട് ഞങ്ങളെ സംഗീതം പഠിപ്പിച്ചത് തുടങ്ങിയത്. പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് പുറത്തുനിന്ന് ആളെയൊക്കെ വിളിച്ച് ഞങ്ങൾ ബാച്ചിൽ, നല്ല ബാച്ചായിരുന്നു ഞങ്ങളൊരു 8 പേര് അതിൽ വൈദികരായിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ ഈ പ്രൊവിൻസിലെ ഏറ്റവും അധികം വൈദികരുള്ള ഒരു ബാച്ചാണ്. പലരും പല ഇടങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നീട് അങ്ങനെ പരിശീലിക്കാനും പിന്നെ അവസരങ്ങൾ ഉപയോഗിക്കാനും ഒക്കെ സഭ സഹായിച്ചു, വളർത്തി. ഗുരുവച്ചന്മാരും കൂടെയുള്ളവരും വൈദികരും ഒക്കെ അങ്ങനെ മുമ്പോട്ട് പോകാൻ സഹായിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു വിജയം, വലിയൊരു നേട്ടങ്ങളിലേക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മുടെ പരിമിതമായ കഴിവ് വെച്ച് അതിനുള്ള അവസരം കിട്ടി, അതിനുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ വിശ്വാസം. താങ്ക് യു അച്ഛാ. അപ്പം ഞാൻ ഈ ഹെവൻലി മെലഡീസ് ഞാൻ ശാലോം ടി വി കാണാറുണ്ട്. അപ്പോൾ അച്ഛനും അതുപോലെ തന്നെ ജ്യേഷ്ഠൻ ബിപിനച്ഛൻ CMI സഭാംഗമാണല്ലോ. അതെ അതെ. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഒരുമിച്ച് പാടുന്നതും ഒറ്റയ്ക്ക് പാടിയ പാട്ടുകളൊക്കെ നിരവധി കേട്ടിട്ടുണ്ട്. ഒത്തിരി ഹിറ്റ് പാട്ടുകളൊക്കെ ഉണ്ട്. ഒരു പാട്ട് അച്ഛൻ കൂടി ഒന്ന് പാടിയാൽ നമ്മുടെ ഈ പ്രോഗ്രാം ഗംഭീരമാകുമെന്നാണ് തോന്നുന്നത്. നല്ലൊരു പാട്ട് അച്ഛൻ്റെ. ഓക്കെ, ഞാനൊരു പാട്ട് പാടച്ച. സത്യനായക എന്നുള്ള പാട്ട് കുഞ്ഞു കുട്ടികളും അതിൽ മുതിർന്നവർക്കൊക്കെ അറിയാവുന്നൊരു പാട്ടാണ്. നമ്മുടെ യേശുദാസ് പാടിയ പാട്ട്. അപ്പോൾ ആ പാട്ട് പിന്നീട് ആ പാട്ട് പലരും, അതെ, KG മാർക്കോസിൻ്റെ ശബ്ദത്തിൽ അത് വന്നിട്ടുണ്ട്, കെസ്റ്ററിൻ്റെ ശബ്ദത്തിൽ പിന്നെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഗാനമേളകൾക്കൊക്കെ ആദ്യം അതെ 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 ഓക്കെ, എല്ലാവർക്കും ബൈ ഹാർട്ട് അറിയാവുന്നൊരു താലി വിളിക്കുന്നൊരു പാട്ട്. അപ്പോൾ ആ പാട്ട് ഞാൻ പാടാം. സത്യനായകാ മുക്തിദായകാ ഉൾത്തൊഴുത്തി ഉലകമായ സ്നേഹഗായകാ ശ്രീയേശുനായകാ സത്യനായകാ ഉൾത്തൊഴുത്തി ഉലകമായ സ്നേഹഗായകാ ശ്രീയേശുനായകാ. കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ. സത്യനായകാ മുക്തിദായകാ ഉൾത്തൊഴുത്തി ഉലകമായ സ്നേഹഗായകാ ശ്രീയേശുനായകാ.
അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ. സാഗരത്തിൻ തിരയെ വെന്ന കർമ്മകാണ്ഡമേ. അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ. സാഗരത്തിൻ തിരയെ വെന്ന കർമ്മകാണ്ഡമേ. നിൻ കഥ കേട്ടലിഞ്ഞിടാത്ത മനം മനമാണോ? നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ? നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ? സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. വളരെ അസാധ്യമായിട്ട് പാടി കേട്ടോ. ഈ പാട്ട് വളരെ ജനകീയമാണെങ്കിലും എല്ലാവർക്കും പാടാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഹൈ പിച്ച്, അതിൻ്റെ ഭാവം, അതിൻ്റെ ശ്വാസ, അതിൻ്റെ കൃത്യമായിട്ടുള്ള അതെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഗംഭീരമായി കേട്ടോ. അച്ഛന് കഴിവുണ്ട്. കാരണം നിരവധി ഹിറ്റ് ഗാനങ്ങൾ പാടിയുള്ള അനുഭവ സമ്പത്തുള്ളതുകൊണ്ട്, പരിചയവും കഴിവും ഉള്ളതുകൊണ്ട്, ഏതായാലും ഇനിയും ധാരാളം പാട്ടുകൾ ഇതുപോലെ തന്നെ ഈ ശാലം ടി വി കൂടെയും മറ്റ് ചാനലിൽ കൂടെയും ഇനി കേൾക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഒത്തിരി നന്ദി അച്ഛാ, ഒത്തിരി നന്ദി. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അച്ഛൻ്റെ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകിയ അച്ഛൻ അനുഭവങ്ങൾ മാത്രമല്ല, അച്ഛൻ്റെ പാട്ടുകൾ മാത്രമല്ല, അച്ഛൻ്റെ വരികൾ, സംഗീതം മാത്രമല്ല, അച്ഛനാകുന്ന ഒരു എനർജി, അതെല്ലാവർക്കും, എനിക്കും ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും തന്നെ ഒരു എനർജി കിട്ടിയിരിക്കുകയാണ്. അല്പസമയം പോലും, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും പാഴായി കളയരുത് എന്നുള്ള വലിയൊരു പഠനമാണ് അച്ഛൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നേ ദിവസം പഠിപ്പിച്ചത്. ഒത്തിരി ഒത്തിരി നന്ദി അച്ഛാ. ദൈവം സമൃദ്ധമായിട്ട് അച്ഛനെ അനുഗ്രഹിക്കട്ടെ. സ്കൂൾ ജീവിതം എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഭംഗിയാകട്ടെ. ധാരാളം പാട്ടുകൾ എഴുതാനും പാടാനൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഏറെ പ്രാർത്ഥിക്കുകയാണ്. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം, സ്വന്ത രൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാ